മംഗല്യം തന്തുനാനെ. രചന നുസ്രത്ത് ബാനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അമ്മേ, എന്താ മോളെ? അമ്മ ഇതൊന്നും കാണുന്നില്ലേ? അവിടെ വീട്ടിൽ നിന്ന് വിരുന്ന് സൽക്കരിക്കുന്നു. എന്തൊക്കെ അവിടെ നടന്നു വല്ലതും കണ്ടോ? കാണാതിരിക്കാൻ ഞാൻ കണ്ണുകൂട്ടിയെന്നല്ലല്ലോ മോളെ. അവള് സന്തോഷിക്കട്ടെ. എന്റെ മോനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയത് അവൾ ഒറ്റൊരാൾ കാരണ. അവളുടെ സന്തോഷത്തിന് അധികം ആയുസൊന്നും കൊടുക്കില്ല ഈ മാലിനി. പറയുമ്പോൾ മാലിനിയുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. സാരല്ല അമ്മേ, നമുക്കൊരു അവസരം കിട്ടാണ്ടിരിക്കില്ല. അതിനു വേണ്ടി തന്നെയല്ലേ മോളെ ഞാനും കാത്തിരിക്കുന്നത്. എന്റെ മോനെ പടിയിറക്കിയ പോലെ അവളെയോ ആട്ടി ഇറക്കി മാലിനി. ഒരു ശബ്ദം പോലെ ഉറപ്പോടെ പറഞ്ഞു അവർ. അശോക് വിളിച്ചോണ്ട് നീന്തി മുറിയിലെത്തിയെന്ന് കാണുന്നത് ഉറങ്ങിക്കിടക്കുന്ന അശോകിനെയാണ്. അശോക് അവന്റെ അടുത്തേക്ക് ചെന്ന് പതിയെ വിളിച്ചവൾ. നല്ല ഉറക്കമാണ്. ഇത്ര പെട്ടെന്ന് ഉറങ്ങിയ? എന്തായാലും ആ മരുന്നിന് പിന്നിൽ എന്തൊക്കെയോ മറിഞ്ഞിരിപ്പുണ്ട്, അത് ഉറപ്പാണ്. ഇത്രയും ദിവസം ഒരു കുഞ്ഞിനെ പോലെ പെരുമാറിയ അശോക് ഒരു ദിവസം കൊണ്ട് ഇത്രമാത്രം വലിയ മാറ്റം. മാത്രമല്ല, എന്നും എല്ലാവരും ഉറങ്ങിയാലും ഉറക്കില്ല കൊച്ചുകുട്ടിയെ പോലെ കളിച്ചിരിക്കുന്ന അശോകിന് ഇന്ന് എത്ര പെട്ടെന്നാണ് ഉറങ്ങിയത്. എന്തായാലും നാളെ നീലുവിനെ കാണുമ്പോൾ ഇതിനുള്ള ഉത്തരവ് എനിക്ക് കിട്ടും. അശോക് ഉറങ്ങിക്കിടക്കുന്നവന്റെ മുടിയിലൂടെ തലോടിക്കൊണ്ട് അവനെ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അവൾ. ചെറുചിരിയിൽ അവന്റെ നെറ്റിയിൽ നേരത്തെ ഒരു ചുംബനം നൽകിക്കൊണ്ട് അവൾ നേരെ എണീറ്റ് ഷെൽഫ് തുറന്ന് ഇടാനുള്ള ഒരു നൈറ്റിയും എടുത്ത് വാഷ്റൂമിലേക്ക് കയറി. ഒന്ന് ഫ്രഷായി വന്ന് അശോകിന്റെ അടുത്തായി ചേർന്ന് കിടന്ന് അവനെ തന്റെ കൈകളാൽ ചേർത്ത് പിടിച്ചു. ചെറിയ ക്ഷീണം തോന്നിക്കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് നിദ്രയിലേക്ക് പുൽകിയിരുന്നു. രാത്രിയുടെ ഏതോ യാമങ്ങളിൽ ഒന്ന് തിരിഞ്ഞു മിഴികൾ തുറന്ന് വീണ്ടും മിഴികൾ അടച്ചതും ആ മിഴികൾ വലിച്ചു തുറന്ന് ചാടിക്കുടഞ്ഞെണീറ്റവൾ. അശോക് തന്റെ തൊട്ടടുത്തായി കിടന്നവനെ ആ മുറിയിൽ ആ കണ്ണോടിച്ച് ശിവ. അശോക് ബെഡിൽ നിന്ന് എണീറ്റ് ചുറ്റുമൊന്നാ നോക്കി. വാഷ്റൂമിൽ നോക്കി, ഇല്ല. ബാൽക്കണിയിലേക്ക് ചെന്ന് നോക്കി. അവിടെയെങ്കിലും അശോകിൽ നിന്ന് കണ്ടതും ശിവ ഡോറിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ കിടക്കാറുള്ള ആ ഇരുട്ട് നിറഞ്ഞ മുറിയിലേക്ക് ഓടിച്ചെന്ന് ലൈറ്റ് ഓൺ ചെയ്ത് ആ മുറിയിൽ ചുറ്റും കണ്ണോടിച്ചു. അവിടെയൊന്നും തന്നെ അശോകിൽ നിന്ന് കണ്ടതും വല്ലാത്ത പേടി തോന്നിയവൾക്ക്. മുത്തശ്ശിയെ വിളിക്കാൻ നേരത്തെ പുറത്തേക്ക് പോകാൻ ഒരുങ്ങിയതും ആ മുറിയിൽ അടഞ്ഞു കിടക്കുന്ന ബാൽക്കണി ഡോർ തുറന്നിട്ട് കണ്ട് സംശയത്തോടെ അങ്ങോട്ട് ചെന്ന് നോക്കി നീത്തി. എന്നാൽ അവിടെ അശോക് ഉണ്ടായിരുന്നില്ല. അശോക് വേവലാതിയോടെ വിളിച്ചവൾ. അശോക്, നീ എവിടെയാ? അശോക് ഉറക്കെ ചുറ്റും നോക്കി വിളിച്ചെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായില്ല. മിഴികളിൽ നനവ് പടം തുടങ്ങിയതും അതിനെ തുടച്ചു നീക്കി. മുത്തശ്ശിയുടെ അടുത്തേക്ക് പോവാനൊരുങ്ങവേ പെട്ടെന്ന് മിഴികൾ പുറത്തെ ഗാർഡനിലേക്ക് ചെന്നെത്തി. അവിടുത്തെ സിറ്റിംഗ് ചെയറിൽ കൈകൾ പിണച്ചിട്ടിരിക്കുന്ന അശോകിനെ കാണെ ഇത്രയും നേരം താൻ അനുഭവിച്ച മനസ്സിലെ ഭാരം അലിഞ്ഞു പോകും പോലെ തോന്നിയവൾക്ക്. അശോക് നിറഞ്ഞ പുഞ്ചിരിയോടെ അതിലുപരി ആശ്വാസത്തോടെ താഴേക്ക് ഓടിയവൾ. ഓടിക്കതച്ച് ഗാർഡനിലെത്തിയതും സിറ്റിംഗ് ഏരിയയിൽ അശോകിനെ കാണാനില്ലെന്ന് കണ്ടതും അത്രയും നേരം അവിടെ മുഖത്ത് നിറഞ്ഞു വന്ന പുഞ്ചിരി പാടെ മറഞ്ഞുപോയി. അശോക്, അശോക് ചുറ്റും നോയിക്കൊണ്ട് വിളിച്ചവൾ. പെട്ടെന്ന് പിറകിൽ നിന്ന് ആരോ തന്റെ ഇരുമിഴികളെയും പൊതിഞ്ഞു പിടിച്ചതും ആദ്യം പേടിയോടെ കുതിരിയെങ്കിലും പിന്നീട് ആ കൈസ്പർശനം തന്റെ പ്രാണനായവന്റെ ആണെന്ന തിരിച്ചറിവിൽ അവളൊരു പുഞ്ചിരിയോടെ അവനെ ചേർന്ന് നിന്നു. അശോക്, നിധി. അവന്റെ ശബ്ദം കാതുകളിൽ പതിഞ്ഞതും എന്തോ ഒരു പ്രത്യേക ഫീല് തോന്നിപ്പോയി അവൾക്ക്. അവളുടെ മിഴികളെ പൊതിഞ്ഞു പിടിച്ച് അശോക് അവളെ കൂട്ടി മുന്നോട്ട് നടന്നു. ഗാർഡനിൽ നിന്ന് അല്പം മാറി ഒരു ഭാഗത്തായി തന്റെ പെയിന്റിംഗ് ബോർഡും ചായങ്ങളും വെച്ച ഭാഗത്തേക്ക് അശോക് അവളെയും കൊണ്ട് ചെന്നു. പതിയെ പൊതിഞ്ഞു പിടിച്ച കൈകൾ അവളുടെ മിഴികളിൽ നിന്ന് മാറ്റിയതും മിഴികളൊന്ന് ചിമ്മി തുറന്ന് നിധി മുന്നോട്ട് നോക്കി. ആ ക്യാൻവാസിൽ കാണുന്ന തന്റെ പുഞ്ചിരിച്ച മുഖം കാണെ എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു അവൾക്ക്. അശോക് സന്തോഷത്തോടെ അവൻ ഇറുകെ പുണർന്ന് അവന്റെ കവളിൽ നേർത്ത ചുംബനം നൽകി അവൾ. എന്ത് രസമായിട്ട് അശോക് നീ എന്നെ പതിച്ചു വെച്ചേക്കുന്നേ, അത് നിന്റെ ഈ കൈകളാൽ. പുഞ്ചിരിയോടെ അതിലേക്ക് നോക്കി പറയുന്നവളുടെ മിഴികൾ സന്തോഷം കൊണ്ട് നനവ് പടർന്നിരുന്നു. സന്തോഷത്തോടെ നിൽക്കുന്നവളെ കാണെ എന്തോ കുസൃതി തോന്നിയ അശോക് അവിടെ ഉണ്ടായിരുന്ന പെയിന്റിലേക്ക് നോക്കി. പെയിന്റ് ബ്രഷ് എടുത്ത ആ കളറിൽ മുക്കി അവളുടെ കവളിൽ വരച്ചു. അവനെ കുറുമ്പോടെ നോക്കിയ നിധി തന്റെ കൈകൾ കളറിൽ മുക്കി അവന്റെ ഇരു കവളിലും പതിപ്പിച്ചു. പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോയതും നിധിയെന്നും വിളിച്ചുകൊണ്ട് കൈകൾ കളർ മുക്കി അവളുടെ പിറകെ ഓടി അശോക്. അശോക് വേണ്ട! ഗാർഡനിൽ സെറ്റിംഗ് ചെയറിന് പുറകിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നവളെ പിടിക്കാൻ പാടുവിട്ടു അശോക്. ഇരുവരുടെയും കളിയും ചിരികൾക്കുമിടയിൽ ദൈവത്തിന്റെ അനുഗ്രഹം പോലെ പെട്ടെന്നൊരു ചാറ്റൽ മഴ ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി. അയ്യോ, ദേ മഴ! അശോക് വാ, അകത്തേക്ക് പോവാം പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവൾ. അശോക് വാ! അവന്റെ കൈയിൽ പിടിച്ച് പോവാനൊരുങ്ങിയതും അവളുടെ കൈകൾ ഇറുകെ പിടിച്ചു അശോക്. തന്നെ പിടിച്ച് അവന്റെ കൈകളിലേക്കും അവന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി അവൾ. പെട്ടെന്ന് ആകാശത്ത് വലിയൊരു മിന്നൽ പിളർപ്പോടെ ഇടിമുഴക്കം കേട്ടതും അശോക് എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഇറുകെ പുണർന്നു നിധി. പതിയെ മിഴികൾ തുറന്ന് അശോകിനെ നോക്കിയതും അവന്റെ മുഖത്ത് കാണുന്ന വെള്ളത്തുള്ളികളിലേക്ക് നോക്കി. അശോക് അവൾ വിളിക്കുമ്പോൾ ഒരു ചെറുചിരിയോടെ കൈകൾ പതിഞ്ഞ കളർ അവളുടെ ഇരു കവിളിലും തേച്ചുകൊണ്ട് അവളുടെ കവിൾ തന്റെ കൈക്കുമ്പിൽ പൊതിഞ്ഞു പിടിച്ചു.
ചാറി തുടങ്ങിയ മഴ അതിന്റെ ശക്തി പ്രാപിച്ചതും ഇരുവരും നനഞ്ഞു കുതിർന്നിരുന്നു. കവിളിൽ പതിഞ്ഞ കളറെല്ലാം വെള്ളത്തിൽ ലയിച്ച് താഴേക്ക് വീണു. ഇമ വെട്ടാതെയുള്ള അശോകിന്റെ നോട്ടം വല്ലാത്തൊരു അനുഭൂതി തന്നെ പൊതിഞ്ഞു മൂടും പോലെ തോന്നിപ്പോയി അവൾക്ക്. അശോക് വാ, ഇനി നിന്ന് നാളെ പനി പിടിച്ച് കിടക്കേണ്ടി വരും. വാ അശോക്. അവന്റെ നോട്ടം താങ്ങാനുള്ള ശേഷി തനിക്കില്ലെന്ന് തോന്നിയതും അവന്റെ കൈകൾ പിടിച്ചുകൊണ്ട് പറഞ്ഞു നിധി. അവനെയും വലിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് കയറി. മുറിയിലെത്തിയതും ഒരു ടവലെടുത്ത് അവന്റെ തല നന്നായി തുടച്ചു കൊടുത്തു. അപ്പോഴും തന്നെ നോക്കി നിൽക്കുന്നവൻ അറിയാത്ത ഭാവത്തിൽ ടവൽ കൊണ്ട് തുടക്കുന്നതിലേക്ക് ശ്രദ്ധ വെച്ചു. നനഞ്ഞൊട്ടി അവളുടെ നൈറ്റിലൊരു നിമിഷം അവളെ ഒന്നാകെ നോക്കി അവൻ. തന്റെ ഭ്രാന്തമായ മനസ്സിൽ തോന്നുന്ന വികാരം അതെന്താണെന്ന് പോലും മനസ്സിലാക്കാതെ അവളുടെ ഇടുപ്പിലൂടെ തന്നിലേക്ക് ചേർത്തു പിടിച്ചു. അശോക്. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിലൊന്ന് പിടഞ്ഞെങ്കിലും അവന്റെ കണ്ണുകളിൽ തന്നോട് കാണുന്ന ആ പ്രണയത്തെ ഒരു നിമിഷം അറിയാതെ നോക്കി നിന്നു അവൾ. അവന്റെ ദന്തങ്ങൾ അവളുടെ താടിത്തുമ്മിൽ അമർന്നതും അവളുടെ കൈകൾ അവന്റെ ഇരു ഷോൾഡറിലും പിടിമുറുക്കി. താടിത്തുമ്മിൽ നിന്ന് അവളുടെ അധരങ്ങളിലേക്ക് ചേക്കേറുമ്പോൾ അവന്റെ പ്രവൃത്തികൾ എതിർക്കാൻ പോലും കഴിയാതെ അവനിൽ ചേർന്ന് നിന്നു അവൾ. ദീർഘമായ ചുമരത്തിൽ നിന്നും അതിന്റെ അതിർവരമ്പുകളെ പോലും ഭേദിച്ച് അവളിലെ പെണ്ണിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ എന്തുകൊണ്ടോ അതിനെ എതിർക്കാൻ അവളുടെ മനസ്സും തയ്യാറായിരുന്നില്ല. തന്നിൽ വലിഞ്ഞു മുറുകുന്ന അവന്റെ കരങ്ങളെ അവളും ചേർത്തു പിടിച്ചിരുന്നു. സൂര്യപ്രകാശം മുഖത്തേക്ക് പതിഞ്ഞതും പതിയെ മിഴികളൊന്ന് ചിമ്മി തുറന്ന് നിധി. ശരീരത്തിൽ എന്തോ ഭാരം തോന്നിയതും ഒന്നാകെ കണ്ണോടിച്ചു അവൾ. തന്റെ നഗ്നമായ മാറിടത്തിൽ തലയായിച്ച് തന്നെ ചുറ്റിപ്പിടിച്ച് കിടക്കുന്നവനെ കാണെ ഇന്നലെ രാത്രി നടന്ന ഓരോ നിമിഷങ്ങളും മനസ്സിലേക്ക് ഓടി വന്നു. നാണം കലർന്നൊരു പുഞ്ചിരി അവളുടെ മുഖത്ത് സ്ഥാനം പിടിച്ചു കഴിഞ്ഞിരുന്ന അപ്പോഴേക്കും പതിയെ അവനിൽ നിന്ന് അകന്നു മാറി ബെഡ്ഷീറ്റ് ദേഹത്തെ ചുറ്റി അവനെ നോക്കി. നിദ്രയിലാണ്ട് കിടക്കുന്നവന്റെ മുടിയിലൂടെ തലോടിക്കൊണ്ട് അവന് നെറ്റിയിലെ ഒരു നേർത്ത ചുംബനം നൽകിക്കൊണ്ട് എണീറ്റ് വാഷ്റൂമിലേക്ക് കയറി. കുളിച്ച് ഫ്രഷായി ഒരു സ്കൈ ബ്ലൂ കളർ ചുരിദാറുമിട്ട് നിധി താഴേക്ക് ചെന്നു. ആ ദേ എത്തിയല്ലോ സരസ്വതി, നിന്റെ മരുമോള്. താഴേക്ക് വന്ന് നിധിയെ കണ്ടതും മാലിനി ഒരു പുച്ഛത്തോടെ പറഞ്ഞു സരസ്വതിയോട്. ആ വീട്ടിൽ വന്നു കയറിയ മരുമകൾ എണീറ്റ് വരുന്ന സമയം കൊള്ളാം. വീട്ടിൽ ആണുങ്ങളെല്ലാം എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഓഫീസിൽ പോയി. ഇവിടെ ഒരുത്തി ഇപ്പൊ എണീറ്റ് വരുന്നേ ഉള്ളൂ. അതിന് നിന്റെ ഭർത്താവിനെ പറഞ്ഞു വിടുന്ന ഇവളാണോ? അല്ലല്ലോ മാലിനി. പിന്നെ ഇവൾക്ക് നോക്കാൻ ഇവിടെ ഭർത്താവിന്റെ കാര്യമില്ലേ ഉള്ളൂ. അവനും ഇവിടെയുണ്ട്. പിന്നെ ഇവളെ എപ്പോൾ എണീറ്റ് വന്നാലും നിനക്കെന്താ? അരുന്ധതിയുടെ ചോദ്യം കേട്ടതും മാലിനി ഒന്നും മിണ്ടാ തല താഴ്ത്തി. മോളെ നിധി. മുത്തശ്ശി സോറി മുത്തശ്ശി, ഉറങ്ങിപ്പോയതാ. അതൊന്നും സാറിലെ കുട്ടി. പിന്നെ ഇവള് പറയുന്നൊന്നും മോള് കാര്യാക്കേണ്ട. ഇവള് മോളുടെ കുറ്റെന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുക. അതുകൊണ്ട് മോൾ അത് വിട്ടേക്ക്. ആ അശോക് എണീറ്റോ മോളെ? ഇല്ല മുത്തശ്ശി. ഇതുവരെ എണീറ്റില്ലേ നിധി? അവൾ പറയുന്ന കേട്ട് സരസ്വതി സംശയത്തോടെ ചോദിച്ചു. ഇല്ലമ്മേ, നല്ല ഉറക്ക. ഭാര്യയും ഭർത്താവിന്ന് ഉറക്കത്തിൽ അങ്ങ് മുഴുകിപ്പോയോ? സാരല്ല, മോള് ചെന്ന് വല്ലതും കഴിക്ക്. ഒരു പുഞ്ചിരിയോട് അരുന്ധതി പറയുമ്പോൾ അശോകിനോർത്തതും അവളുടെ ചുടിയിൽ നാണത്തോടെ ഒരു പുഞ്ചിരി സ്ഥാനം പിടിച്ചു. എന്താ മോളെ, ഇന്ന് ഈ മുഖത്ത് വല്ലാണ്ടൊരു തിളക്കമുണ്ടല്ലോ. അത് ഒന്നുമില്ല മുത്തശ്ശി. ഇടറിക്കൊണ്ട് മുഖത്ത് നാണം കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ. അത് ചുമ്മാ, നിന്നെ എനിക്കറിഞ്ഞൂടെ? എന്നത്തേക്കാളും നന്നായി നിന്റെ മുഖത്ത് ഇന്ന് വല്ലാത്തൊരു സന്തോഷമുണ്ട്, അത് സത്യം. അരുന്ധതി ചിരിയോടെ പറയുമ്പോൾ ചെറിയ നാണത്തോടെ മുത്തശ്ശിയെ നോക്കി അവൾ. ശേഷം ഒരു പുഞ്ചിരിയോടെ അവിടുന്ന് അടുക്കളയിലേക്ക് പോയി. അവൾ പോയ വഴിയെ നിറഞ്ഞ മിഴികളോടെ സന്തോഷത്തോടെ നോക്കി നിന്നു അരുന്ധതി. അമ്മേ, സരസ്വതി കണ്ടോ നീ അവിടെ സന്തോഷമെന്നാണോ? അതിന്റെ അർത്ഥം എന്താണെന്നറിയോ നിനക്ക്? സരസ്വതിയും എന്താണെന്ന ഭാഗത്തോടെ നോക്കി അരുന്ധതിയെ. മാലിനിയും അമ്മ എന്താണ് പറയാൻ പോകുന്നതെന്ന് കാതോർത്ത് നിന്നു. എൻ്റെ സരസ്വതി, സുമംഗലിയായ ഒരു പെണ്ണിൻ്റെ മുഖത്ത് ഈ നാണവും തുടിപ്പൊക്കെ കാണുന്ന എപ്പോഴാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരണോ? നീ തന്നെ ഒന്ന് ചിന്തിക്ക്. പിന്നെ ഇത്രമാത്രം അശോകിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കാരണം അവൻ്റെ നിധി തന്നെയാ. ഇന്ന് നിന്റെ മകനെ എല്ലാ അർത്ഥത്തിലും അവൾ ഭാര്യയായി തീർന്നിരിക്കുക, മനസ്സുകൊണ്ട് മാത്രമല്ല. അരുന്ധതി പറയുമ്പോൾ സരസ്വതിയുടെ മുഖത്ത് സന്തോഷം പ്രകടമായിരുന്നു. എന്നാൽ മാലിനി ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ കണ്ണും തള്ളി നോക്കി നിന്നു. അമ്മേ, അപ്പോൾ എൻ്റെ അശോക് അവൻ അത്രമാത്രം മാറ്റം വന്നെന്ന് കൂടിയല്ലേ അതിനർത്ഥം? അതേ സരസ്വതി, ഇനി എനിക്ക് ഉറപ്പാ, അധികം വൈകാതെ നമ്മുടെ അശോക് പഴയതുപോലെ തിരിച്ചു വരും. ശരിയാ അമ്മേ, ഇനി അശോകിൻ്റെ പഴയ അശോകായിട്ട് തന്നെ തിരികെ വരും. പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷം സരസ്വതിയുടെ മുഖത്ത് കാണാമായിരുന്നു. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തകളോടെ നടക്കുകയായിരുന്നു മാലിനി. അമ്മേ, ഇതെന്താ വലിയ ആലോചനയാണല്ലോ. ഏട്ടൻ വിളിച്ചിരുന്നു. ഏട്ടൻ്റെ കുറച്ച് സാധനങ്ങളിൽ അച്ഛൻ്റെ കൈ കൊടുത്തുവിടാൻ പറഞ്ഞു. സൗഗന്ധി പറയുന്നൊന്നും തന്നെ മാലിനി കേൾക്കുന്നുണ്ടായിരുന്നില്ല. അമ്മേ, താൻ പറയുന്ന പോലും ശ്രദ്ധിക്കാതെ എന്തൊക്കെയോ ഓർത്തുകൊണ്ടിരിക്കുന്ന മാലിനിയെ സംശയത്തോടെ നോക്കിക്കൊണ്ട് തോളിൽ തട്ടി വിളിച്ച സൗഗന്ധി. എന്താടി? ഇത് നല്ല കാര്യം. ഞാൻ പറഞ്ഞ പോലെ കേട്ടോ അമ്മ? എനിക്കിപ്പോൾ നിന്റെ വായിലുള്ള കേൾക്കാനുള്ള നേരമല്ല. എന്താ അമ്മേ, എന്തിനാ ഇത്ര ദേഷ്യം? ഞാൻ എന്ത് ചെയ്തിട്ട് എന്നോട് ദേഷ്യപ്പെടുന്നേ? ദേ ഏട്ടൻ വിളിച്ചിരുന്നു.
ഏട്ടൻ്റെ സാധനങ്ങളെല്ലാം അച്ഛൻ്റെ കൈ കൊടുത്തിടാൻ പറഞ്ഞിട്ടുണ്ട്. ആ അമ്മ, ഇന്ന് അമ്മയ്ക്ക് എന്താ പറ്റിയേ? എന്താണെന്ന് അറിയണം നിനക്ക്? അന്ന് ഞാനും എതിർപ്പ് പറഞ്ഞെങ്കിലും പിന്നീട് ഞാൻ നിന്നോട് ചോദിച്ചു അശോകിനെ കല്യാണം കഴിക്കാൻ. അപ്പം ആ പ്രാന്തനെ കല്യാണം കഴിക്കാൻ പേടിയാണ്, അവൻ നോക്കി ജീവിതം ഓമിക്കേണ്ടി വരുന്നൊക്കെ ആയിരുന്നു നീ പറഞ്ഞ്. അതിനിപ്പോൾ എന്താ ഉണ്ടായത്? ഒരുത്തി അത് അവനെ കൊഞ്ചിച്ചടക്കുന്നു. ഒരു പാൽക്കുപ്പിയുടെ കൈ കൊടുക്കേണ്ട കുറവേ ഉള്ളൂ. അതെ, ഉടനെ ചിലപ്പോൾ ഒരു പാൽക്കുപ്പി വാങ്ങേണ്ടി വരും. അവനല്ല, അവൻ്റെ കുഞ്ഞിന്. അമ്മ എന്തൊക്കെയാ പറയുന്നേ? എടി, നീ ഞാനൊക്കെ കരുതും പോലെ അല്ല, അതിനും അപ്പുറം അവള്. വന്ന് കുറച്ച് ദിവസം ആയപ്പോഴേക്കും അവൾ അശോകിനെ വരുതിയിലാക്കി. എന്തിന്? ഇന്ന് എല്ലാ അർത്ഥത്തിലും അവന്റെ ഭാര്യയായി കഴിഞ്ഞ അവള്. അമ്മ വല്ല പകൽക്കിരാവും കണ്ടാണ്, അതാ ഇങ്ങനെ. അല്ല പിന്നെ അതും അല്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ സാധാപ് നേടിയെടുക്കാൻ അവൾ നല്ല പച്ച കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്നു. ഇതൊക്കെ വിശ്വസിച്ച് അമ്മ ഇങ്ങനെ ചിന്തിച്ച് നടന്നാൽ മതി, എന്നെ അതിന് കിട്ടില്ല. ഒരു പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ട് സൗഗന്ധ്യ അവിടെ നടന്നു നീങ്ങി. അവൾ പറയുന്നതാണോ അവൾ കേട്ട കാര്യങ്ങൾ സത്യമോ എന്ന ചിന്തയോടെ അവൾ നടന്നു പോകുന്നത് നോക്കി നിന്നു മാലിനി. നിധി മുറിയിലേക്ക് എത്തിയതും കാണുന്നത് ബെഡിലിരിക്കുന്ന അശോകിനെയാണ്. അവൾ മുറിയിലേക്ക് വന്ന പോലും നോക്കാതെ മുന്നിലേക്ക് മാത്രം ദൃഷ്ടി പതിപ്പിച്ച് നിൽക്കുന്നവനെ നോക്കിക്കൊണ്ട് ഷെൽഫ് തുറന്ന ബാക്കിലെ മെഡിസിൻ കയ്യിലേക്ക് എടുത്തു. ഇല്ല അശോക്, ഇന്ന് ഇതിന്റെ സത്യം എന്താണെന്നറിയാതെ നിനക്ക് ഞാനിത് നൽകില്ല. അതുവരെ ഇത് നിനക്ക് നൽകാത്ത ഞാൻ ആരോടും പറയുകയില്ല അശോക്. ആ മരുന്നുകൾ ബാഗിലേക്ക് തന്നെ വെച്ച് അവൾ ഷെൽഫ് പൂട്ടി. ശേഷം ഒരു നേരത്തെ ചിരിയോടെ അവൾ അശോകിന്റെ അടുത്തേക്ക് ചെന്നിരുന്നു. അശോക് എത്ര വിളിച്ചിട്ടും അവന്റെ ദൃഷ്ടിയൊന്നും മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. വീണ്ടും അവനെ ഒന്ന് കുലുക്കി വിളിച്ചതും ഒരു തരത്തിലുള്ള ഭാവവ്യത്യാസങ്ങളില്ലാതെ അശോക് അവളുടെ മുഖത്തേക്ക് നോക്കി. അശോക് അവളെ ഒന്ന് ആ കണ്ണോടിച്ച ശേഷം അവളുടെ തോളിലേക്ക് തലയായിച്ചിരുന്നു. അല്പനേരം അവനെ ഒന്ന് തലോടിക്കൊണ്ട് അവന്റെ കൂടെ ഇരുന്നു അവൾ. ശേഷം അവനെയും കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ താഴേക്ക് നടന്നു. കൂടുതൽ ആരോടൊന്നും മിണ്ടാനോ ഒന്നിനും നിൽക്കാത്ത അവന്റെ ഭാവം എല്ലാവരും സംശയത്തോടെ നോക്കി നിന്നു. നിധിയോട് ഒന്നോ രണ്ടോ വാക്കിൽ സംസാരിക്കുന്ന കേട്ട അവർക്കെല്ലാം തന്നെ അവന്റെ സംസാര രീതി ഇത്രയധികം മാറ്റം സംഭവിച്ചു എന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സന്തോഷം കൊണ്ട് അരുന്ധതിയുടെയും സരസ്വതിയുടെയും മിഴികൾ നിറഞ്ഞിരുന്നു. മോളെ നിധി. കരഞ്ഞിറങ്ങിയ കണ്ണുകളോടെ സരസ്വതി നിധിയെ തലോടി. ഈ അമ്മയോട് പൊറുക്കണം മോളെ. എന്താ എന്താ അമ്മ ഇത്? എൻ്റെ മോനെ അവസ്ഥയിൽ എത്രമാത്രം ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയോ നിനക്ക്? കഴിഞ്ഞ 6 മാസം അവൻ്റെ അമ്മയായ എനിക്ക് പോലും അവനിൽ ചെറിയ മാറ്റം പോലും കണ്ടെത്താനായില്ല. പക്ഷേ നിന്റെ സ്നേഹം കൊണ്ട് നീ ഞങ്ങളെല്ലാം തോൽപ്പിച്ച് കളഞ്ഞല്ലോ മോളെ. അന്ന് അശോക് നിന്നെ തിരഞ്ഞിറങ്ങുമ്പോൾ അതിനെതിർത്തവരാ ഞാനും അവൻ്റെ അച്ഛനും. പക്ഷേ നിന്നെ പോലൊരു നിധിയായിരുന്നു അത്രയും കാലം ഞങ്ങൾ അകറ്റി നിർത്തിയെന്ന് ഓർക്കുമ്പോൾ ഈ അമ്മയോട് പൊറുക്കണം മോളെ. ഇല്ല അമ്മേ, ഇങ്ങനെയൊന്നും പറയല്ലേ. അശോകിൻ്റെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം അത് മാത്രം മതി. എനിക്ക് എൻ്റെ അശോകിനെ പഴയതുപോലെ തിരിച്ചുകൊണ്ടുവരാൻ. ഇത്രയും സാധിച്ച് എനിക്ക് അശോകിനെ പൂർണ്ണമായിട്ട് തിരികെ കൊണ്ടുവരാനും കഴിയും അമ്മേ. അവളുടെ വാക്കുകൾ കേൾക്കെ സന്തോഷത്തോടെ സരസ്വതി അവളുടെ നെറ്റിയിൽ ഒരു നേർത്ത ചുംബനം നൽകി തന്നെ മാറോട് ചേർത്തു പിടിച്ച്. ഇതെല്ലാം കണ്ട സൗഗന്ധിക ദേഷ്യത്തോടെ വലിഞ്ഞു മുറിയ മുഖത്തോടെ തന്നെ മുറിയിലേക്ക് പോയി. അവളിലും മാലിന്യയിലും ഒഴികെ ബാക്കി എല്ലാവർക്കും സന്തോഷത്തിന്റെ തിരുനാളമായിരുന്നു അശോകിന്റെ മാറ്റം. വൈകിട്ട് നിധി ക്ഷേത്രത്തിലേക്ക് അല്പം നേരത്തെ തന്നെ പുറപ്പെട്ടു. മനസ്സിൽ ആ മരുന്നിന്റെ സത്യം എന്തെന്ന ഒറ്റ ചിന്ത മാത്രമേ അവളിൽ ഉണ്ടായിരുന്നുള്ളൂ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ആൾത്തറയിൽ നീലുവിനെയും കാത്തിരുന്ന നിധി ഇടയ്ക്കിടെ കയ്യിലെ വാച്ചിലേക്കും നീലു വരുന്ന വഴിയിലേക്കും നോക്കി നിന്നു അവൾ. ഒരു നീല ചുരിദാറുമിട്ട് തന്നെ നോക്കി ചെറുചിരിയിൽ വരുന്നവളെ കണ്ടതും അവളുടെ മനസ്സിൽ കിടന്ന് പതറാൻ തുടങ്ങി. നിധി, നീ വന്നിട്ട് കുറേ നേരമായോ? ഏയ്, കുറച്ചു നേരമായുള്ളൂ. നീ പോയിട്ട് വാ. ഇപ്പൊ വരാം. അതും പറഞ്ഞ് നീലു ക്ഷേത്രപ്പടവിൽ കയറി. അവൾ പ്രാർത്ഥിച്ചു വരുന്നവരെ ക്ഷമയോടെ കാത്തിരുന്നു നിധി. അല്പനേരം കഴിഞ്ഞതും ഒരു ഇലച്ചീന്നും പിടിച്ചു വരുന്നവളെ നിധി പ്രതീക്ഷയോടെ നോക്കി. വാ നിധി, ഇവിടെ മേലെ ഒരു കുന്നിൻ ചെരുവുണ്ട്, നമുക്ക് അവിടെ പോയിരിക്കാം, സ്വസ്ഥമായിട്ട് സംസാരിക്കാം, വാ. പറഞ്ഞുകൊണ്ട് നീല അവളെയും കൊണ്ട് അവിടേക്ക് നടന്നു. കുറച്ചു ദൂരം നടന്ന് അവിടെ എത്തിയതും ഒന്ന് ആഞ്ഞു നിശ്വസിച്ചുകൊണ്ട് നിധിയുടെ മുഖത്തേക്ക് നോക്കി നീലു. നീലു, ഞാൻ പറഞ്ഞറിയാൻ പറ്റിയോ? കണ്ടെത്തി. നിന്റെ സംശയം അത് വെറും സംശയമല്ല നിധി. പറഞ്ഞുകൊണ്ട് കയ്യിലെ പേഴ്സ് തുറന്ന് അതിൽ മടക്കി വെച്ച പേപ്പേഴ്സ് എടുത്ത് അവൾക്ക് നേരെ നീട്ടി. ദാ, നീ തന്ന മെഡിസിന്റെ എല്ലാ ഡീറ്റെയിൽസും. നീ സംശയിച്ച പോലെ ദേ ഈ സ്ലിപ്പ്. ഇതിൽ കാണുന്ന പേര് വെച്ച് മരുന്ന് അശോകിന്റെ അസുഖത്തിന് കുടിക്കുന്ന മരുന്ന് തന്നെയാ. പക്ഷെ ഇതിന്റെ ഉള്ളിൽ കാണുന്നത് ആ മരുന്നല്ല. അത്രയും വിദഗ്ധമായിട്ടാ ഇത് മാറ്റിയിരിക്കുന്നത്. അപ്പോ അശോക് കുടിക്കുന്ന മരുന്ന് എന്തിനുള്ളതാ? അത് പറഞ്ഞീരു, എന്തിനുള്ളതാന്ന്? അത് നിധി, അത്രയും നോർമലായി ബുദ്ധിയുള്ള ഒരു വ്യക്തിയുടെ ബുദ്ധിയെ നശിപ്പിക്കാൻ, ഇല്ലാതാക്കാൻ, തെളിച്ചു പറഞ്ഞാൽ നോർമൽ സ്റ്റേജിലുള്ള ഒരാളെ ഭ്രാന്തനാക്കി മാറ്റാനുള്ള മരുന്ന്. നീലുവിന്റെ വാക്കുകൾ കേൾക്കെ ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാതെ ഒന്ന് ചലിക്കാൻ പോലും മറന്ന് തറഞ്ഞു നിന്നുപോയി നിധി. എനിക്കറിയാം നിധി, നിനക്കെന്നല്ല ആർക്കും ഇത് ഉൾക്കൊള്ളാൻ കഴിയില്ല. നിനക്കിനിയും സംശയം തീർക്കുന്നുണ്ടെങ്കിൽ ഇതേ ഈ പേപ്പേഴ്സിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. നിനക്ക് ആരോട് വേണമെങ്കിലും ചോദിക്കാം. ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം, അശോകിനോട് അത്രയും ശത്രുതയുള്ള ആരോ ഒരാൾ അവിടെയുണ്ട്. ശത്രുത എന്ന് പറഞ്ഞാൽ അവൻ ഇഞ്ചിഞ്ചായിട്ട് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. നീലു, നീ എന്തൊക്കെയായി പറയുന്നേ? അതേ നിധി, ഇതൊന്നും ഞാൻ ചുമ്മാ പറയുന്നില്ല. ഈ മെഡിസിൻ ശരീരത്തിലെത്തിയ നിമിഷ നേരം കൊണ്ടൊന്നും ഒരാൾ ഈ അവസ്ഥയിലാവില്ല.
മറിച്ച് വർഷങ്ങളായിട്ട് ഇത് സ്ഥിരമായിട്ട് കഴിക്കുന്നതിലൂടെ പതിയെ പതിയെ അയാളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ തുടങ്ങും. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത ദേഷ്യം, വാശി, അങ്ങനെ ഒരു പ്രത്യേക സ്റ്റേജിലൂടെ കടന്നു പോകും. അവസാനം നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത ചെറുതോ വലുതായ എന്തെങ്കിലും ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ മരുന്ന് ശരീരത്തിൽ അത്രത്തോളം എത്തി ഒരു ടേണിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ഇങ്ങനെ സംഭവിക്കാം. തന്റെ ചെറിയൊരു സംശയം തനിക്ക് മുന്നിൽ ഇത്രയും വലിയൊരു സത്യത്തിൽ എത്തിച്ചോർത്ത് നിധിക്ക് അവളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയായി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.